BJP സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നേരിട്ട് സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലെ ഓരോ സ്ത്രീക്കും അഭിമാനമായ ഒരു കാര്യമാണ്. എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ചതിൽ എങ്ങനെ കാണുന്നു അത്? തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും പരമമായിട്ടുള്ള പ്രാധാന്യം സ്ത്രീക്ക്, പെൺകുട്ടിക്ക്, കൗമാരപ്രായക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക്, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ നിലനിൽക്കുന്ന സ്ത്രീകൾക്ക്, അതുപോലെ സമൂഹത്തിൽ അശരണരായിട്ടുള്ള അമ്മമാർക്ക് എല്ലാ പദ്ധതികളിലും പ്രത്യേകമായിട്ട് നേടിച്ചു നിൽക്കുന്നത് ഒരു അമ്മ, സ്ത്രീ, ആ സ്ത്രീത്വത്തോടുള്ള കരുതൽ തന്നെയാണ്. ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനമായിട്ട് പാർലമെൻറ്റിനകത്ത് കയറിയ ഉടൻ തന്നെ പറഞ്ഞത് എൻ്റെ പെൺകുട്ടികളുടെ ആത്മാഭിമാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു സ്വച്ഛ് ഭാരത് പദ്ധതി. അത് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കോണുകളിൽ നിന്ന് ലോകരാജ്യങ്ങൾ പോലും വളരെയധികം ഭാരതത്തിലേക്ക് ശ്രദ്ധിക്കുകയും ഇത്രയേറെ, അതായത് 67% വരുന്ന ഗ്രാമങ്ങളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്ത സാഹചര്യമുണ്ടായ നമ്മുടെ നാട്ടിൽ നിന്ന് അമ്മമാരും പെൺകുട്ടികളുമൊക്കെ അവരുടെ പ്രഭാത കൃത്യ നിർവഹണത്തിന് വേണ്ടി അവരുടെ കഷ്ടപ്പാടിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്നതിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കളിയാക്കിയിട്ട് പറഞ്ഞത് കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷെ 2 ലക്ഷത്തിലധികം വരുന്ന ഇവിടത്തെ കുളിമുറിയും കക്കൂസും ഇല്ലാത്ത വീടുകൾക്ക്, അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ കേരളത്തിനും കിട്ടി 2 ലക്ഷത്തിലധികം വരുന്ന ഈ സംവിധാനം എന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി, ആദ്യം മോദി എന്ന് പറയുന്ന വാക്ക് അത് ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം മാത്രമായിരുന്നു. കാരണം ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ നോക്കാം, ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രി, ഇതായിരുന്നല്ലോ തുടക്കം. എന്നാൽ ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ആരാധ്യനായിട്ടുള്ള, ലോകം ചർച്ച ചെയ്യുന്ന ലീഡർ എന്ന് പറയുന്നത് വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ശ്രീമാൻ നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പരിപാലിക്കപ്പെടും എന്നുള്ളത് മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ സ്ത്രീ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിമാരില്ലാത്ത, അല്ലെങ്കിൽ മന്ത്രിയോ MLA മാരോ MP മാരോ ഇല്ലാത്ത കേരളത്തിൻ്റെ മണ്ണിലേക്കാണ് ഈ വിമൻ 33% സംവരണം സ്ത്രീകൾക്ക് പ്രഖ്യാപിക്കപ്പെടുകയും അത് രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം അമ്മമാരെ അഭിസംബോധന ചെയ്യുന്നത് ഈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ പരമമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് കേരളത്തിലെ സ്ത്രീ സഹോദരിമാരെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യധികം സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരുണ്യമാണ് ശ്രീമാൻ നരേന്ദ്രമോദി, സ്നേഹമാണ് ശ്രീമാൻ നരേന്ദ്രമോദി, വിശ്വാസമായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി, വാക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ വാക്കിനെ കാണാൻ, നേരിനെ കാണാൻ, സത്യത്തെ കാണാൻ, കാരുണ്യത്തെ കാണാൻ ഞങ്ങൾക്ക് ഒരു പാസ് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സ്ത്രീകൾ വിളിക്കുകയാണ്. വിവിധ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകൾ അവർ വിളിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തെയാണ് ഈ തൃശ്ശൂർ പേരൂര് നെഞ്ചേറ്റുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ എത്തുന്നവരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാ തുറകളിൽപ്പെട്ട ആളുകളും ഇന്നിവിടെ എത്തുന്നുണ്ട്. സംരംഭകരെത്തുന്നുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരെത്തുന്നുണ്ട്, അതുപോലെ 4 ജില്ലകളുടെ ഭാഗത്തു നിന്നുള്ള വനിതകളാണ് ഇന്നിവിടെ എത്തുന്നത്. എന്തായാലും വേദി പങ്കിടുന്നവരെ തന്നെ നോക്കിയാലും മനസ്സിലാവും, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരൊക്കെ തന്നെയാണ് എത്തുന്നത്. അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അങ്ങനെയല്ലേ അത് നമുക്ക് കാണേണ്ടത്? തീർച്ചയായിട്ടും. കാരണം സ്പോർട്സിൻ്റെ മേഖലയിൽ നിന്നുള്ള ആളുകൾ വരുന്നു, സിനിമാ മേഖലയിൽ നിന്ന്, കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ വരുന്നു. എന്തിനേറെ പറയുന്നു, സമൂഹത്തിൻ്റെ ഏറ്റവും, അതായത് അത് മുൻ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിൻ്റെ തന്നെ സ്വപ്നം എന്ന് പറയുന്നത് പൂർവ്വകാലത്തെ ദീനദയാൽ ഉപാധ്യായജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള അന്ത്യോദയ എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും അവസാന വരിയിൽ ഏറ്റവും അവസാനക്കാരനായിട്ട് നിൽക്കുന്ന വ്യക്തിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ സങ്കല്പം. ആ സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്ന് വേദിക്കകത്ത് മറിയ കൂട്ടിച്ചേർത്തിയിരിക്കുന്നത്. കാരണം അവർ കേരള സമൂഹത്തിൻ്റെ ഒരു
പരിച്ഛേദമാണ്. വേദനിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടവരുടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിന് 1.5 കോടി രൂപ ചെലവഴിച്ചു എന്നതിനേക്കാൾ പ്രധാനം അദ്ദേഹം നടത്തിയിട്ടുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ പോലും ശരീരത്തിൽ, പാവപ്പെട്ടവൻ്റെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ, പുറത്തൊന്ന് തൊട്ട് തലോടിയിട്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരാമെന്ന് പറയാൻ സാധിക്കാത്ത ഒരു നവകേരള സദസ്സിൻ്റെ ദൂർത്താണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെയാണ് മറിയക്കുട്ടി ചേട്ടത്തി പോലെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പെൻഷൻ കൊടുക്കാത്തവർ, അതുപോലെ തന്നെ അശരണരായിട്ടുള്ള ആളുകൾ, ഗവൺമെൻറ് ആശുപത്രികളിൽ പോകുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിലേക്ക് അടർന്നു വീഴുന്ന അവിടെയുള്ള സിമൻറ്റ്, അതായത് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ അവർ വീട്ടിൽ നിന്ന് പായും തലയണയും കൊണ്ടുപോയിട്ട് അവർ നിലത്ത് വിരിച്ച് കിടക്കണമെന്ന് പറയുന്ന ഇവിടുത്തെ ആതുരാലയങ്ങൾ, ഇവിടെ ഓരോ വർഷത്തിലും തക്കാളിപ്പനിയും ഡെങ്കിപ്പനിയും പക്ഷിപ്പനിയും ഉൾപ്പെടെയുള്ള പനി പിടിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങളെ നഷ്ടപ്പെടുന്ന കേരളമാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു കൊല്ലം എൻ്റെയും നിങ്ങളുടെയും എത്ര കുട്ടികളാണ് കേരളം വിട്ട് പലായനം ചെയ്യുന്നത്? സിംഗപ്പൂരിനേക്കാൾ സുന്ദരമാക്കി മാറ്റാൻ സാധിക്കുന്നതല്ലേ നമ്മുടെ കേരളം? ഈ തീരദേശം പോലെ ഈ തീരദേശത്തെ മത്സ്യപ്രവർത്തകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിനെ ഏത് രീതിയിലാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇവിടുത്തെ സകല രീതിയിലുമുള്ള, അതായത് കയർ മേഖലയാകട്ടെ, കശുവണ്ടി മേഖലയാകട്ടെ, ചെറുകിട തൊഴിൽ സംരംഭങ്ങളാകട്ടെ, എല്ലാം മുച്ചൂട് മുടിക്കപ്പെട്ടിട്ടുള്ള ഒരു കേരളമായിട്ട് നമ്മുടെ നാട് മാറിയില്ലേ? ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ കെട്ടിടങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചൂണ്ടിക്കാണിച്ചു പറയുന്നതെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ നല്ല വീടുകളുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ, ആ വീടുകൾ പോലും കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി പലായനം ചെയ്ത് കുടുംബത്തെ ഇവിടെ ഉപേക്ഷിച്ച് ജീവിക്കാൻ നിർവാഹമില്ലാതെ, തൊഴിലെടുക്കാൻ നിർവാഹമില്ലാതെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള ആളുകളുടെ പണം, ആ പണം കേരളത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ചെറിയ സമ്പാദ്യമെങ്കിലും അല്ലെങ്കിൽ ചെറിയ പുരോഗമനമെങ്കിലും കേരളത്തിൽ കാണുന്നത്. ശ്രീമാൻ നരേന്ദ്രമോദി കഴിഞ്ഞ ഈ 10 വർഷത്തോളം ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ചോദിച്ചതും ചോദിക്കാത്തതും മുഴുവൻ വാരിക്കോരി കൊടുത്തല്ലോ കേരളത്തിലേക്ക്. അങ്ങനെ കൊടുത്ത കേരളത്തിലെ വലിയ വലിയ റോഡുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സെൽഫി എടുത്ത് ആഘോഷിക്കുക എന്നുള്ളതല്ലാതെ ഒരു 0 പൈസ, 1 രൂപ പോലും എനിക്ക് നൽകിയിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയില്ല. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലല്ലേ പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത് പറയുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ശ്രീലങ്കയെ പോലും നമ്മൾ ഭയപ്പെട്ടില്ലേ ശ്രീലങ്കയെ കണ്ടപ്പോൾ? അവിടുത്തെ ഭരണാധികാരികൾക്ക് പിറകിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഓടുന്ന ജനക്കൂട്ടത്തെ എനിക്ക് നിങ്ങൾക്ക് കാണേണ്ടി വന്നില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല മാറുകയാണ്. അവിടെയും മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനൊരു പ്രശ്നമില്ല, മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. നവകേരള സദസ്സുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ബിസിനസ്സുകാരെ കാണാൻ തയ്യാറായി, കാണണ്ട എന്നല്ല പറയുന്നത്, ബിസിനസ്സുകാരുമായിട്ട് സംവദിക്കുന്ന അതേപോലെ തന്നെയല്ലേ പാവപ്പെട്ടവനെ കാണണ്ടേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ പോയി അവിടെ രാമനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതിൻ്റെ അതേ തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് ഇവിടെ 10 കോടിയോളം വരുന്ന അമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം 10 കോടി തികഞ്ഞ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അമ്മയ്ക്ക് പോലും ഞെട്ടലുണ്ടാവുകയാണ്. ആരാണ് ഈ വന്നിരിക്കുന്നത്? ഇവരെല്ലാം ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ചെന്ന് ആ അമ്മ ഉണ്ടാക്കി കൊടുത്ത ചായയിൽ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുന്നു. നടക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുപോലെ? ഇങ്ങനെ ഒരു ഭരണാധികാരിയായിട്ട് ഒരു ദിവസം മാറാൻ, 1 മണിക്കൂർ മാറാൻ സാധിക്കാത്ത ഈ കേരളത്തിൻ്റെ മണ്ണിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള വികസനത്തെക്കുറിച്ചാണ്. ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഇത് യാതൊരു പ്രസ്താവനകളോ ഇല്ലാതെ അല്ലെങ്കിൽ വളരെ നിശബ്ദമായി കേരളത്തിലെ സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ അവരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വനിതാ മതിൽ കെട്ടി ഉദ്ഘോഷിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന യുദ്ധങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി, സ്ത്രീകളുടെ ഉന്നമനമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇവിടേക്ക് എത്തുന്നത്. കാരണം അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴി എന്ന് പറയുന്നത് എങ്ങനെയാണല്ലോ. നമ്മുടെ സംഘടനയുടെ പ്രത്യയശാസ്ത്രം എന്താണ്? നമ്മുടെ സംഘടന ഈ ഭാരതത്തെ കാണുന്നത് കേവലം ഒരു പിടി മണ്ണായിട്ടല്ല. ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളുടെ സംഘടന കാണുന്നത് ഇത് അമ്മയായിട്ടാണ്. അപ്പോൾ അമ്മ എന്നുള്ള സങ്കല്പം അത് അഷ്ടലക്ഷ്മി ആകട്ടെ, ധ്യാനലക്ഷ്മി ആകട്ടെ, സരസ്വതി ആകട്ടെ, എല്ലാ സങ്കല്പങ്ങളിലും നേളിച്ചു നിൽക്കുന്ന ആ സ്ത്രീ സ്വരൂപം എന്നുള്ളതുണ്ട്. അപ്പോൾ അമ്മയാണ് അടുത്ത തലമുറയെ നയിക്കേണ്ടവൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംഘടന പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയിലൂടെ പടിപടിയായി കയറി വന്ന ആളാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ
നിറച്ചാർത്ത് എഴുതി ചേർത്തിട്ടുള്ള 2 യാത്രകളുണ്ടായിരുന്നു. ആ 2 യാത്രകളിൽ ഒന്നെന്ന് പറയുന്നത് ശ്രീ ലാൽകൃഷ്ണ അദ്വാനിജിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര. അത് ഒരുപക്ഷെ ഈ രാജ്യത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറയാനുള്ളതെല്ലാം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയുടെ കാവൽക്കാരനായിട്ട് ആ യാത്രയുടെ പിറകിലിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലായിരുന്നു, കരുത്തനായിട്ടുള്ള ലീഡർ. ആ വ്യക്തിയാണ് ഇന്നത്തെ ശ്രീമാൻ നരേന്ദ്രമോദി. ഈ രാജ്യത്തെ തന്നെ വിഭജിക്കണമെന്നും കാശ്മീരിന് സ്വന്തമായിട്ട് പ്രത്യേക പദവി വേണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഇന്നും അതിനുവേണ്ടി വാദിക്കുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പിന്തലമുറക്കാർ അവർ കാശ്മീരിനെ വേറിട്ട് നിർത്തിയ സമയത്ത് ഈ നാട്ടിൽ ഈ ഭാരതാംബയുടെ മക്കൾ തന്നെയാണ് കാശ്മീരിന്റെ ഭാഗവും കാശ്മീരിലെ ജനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലേക്ക് ശ്രീ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഏകതാ യാത്രയുണ്ട്. ആ ഏകതാ യാത്രയുടെ കാവൽക്കാരനും അതിന്റെ സംഘാടകനുമായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി. അപ്പോൾ പരിണിതപ്രജ്ഞനായിട്ടുള്ള മുഴുവൻ സമയ പ്രവർത്തകനായി പ്രവർത്തിച്ച് ഘട്ടം ഘട്ടമായിട്ട് കയറി വന്ന് സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഇറങ്ങി നിന്ന് ഒരു തവണ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി 1 തവണയല്ല 2 തവണ 3 തവണ ജനം ഹൃദയപൂർവ്വം സ്വീകരിച്ചതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 10 വർഷക്കാലത്തോളം തികച്ച ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഈ നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരളത്തിൻ്റെ ദൈന്യതയാണ്. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്നത് ഓരോ സ്ത്രീയുടെയും അമ്മയുടെയും മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ കേരളത്തിന് എന്തു പറ്റി, നമ്മുടെ കേരളത്തിലെ യുവതലമുറ വിദ്യാസമ്പന്നരായ ആളുകൾ കേരളത്തിൽ നിന്ന് വിട്ട് പലായനം ചെയ്യപ്പെടുന്നു. ഇവിടെ അച്ഛനും അമ്മയും മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരുപാട് ഫ്ലാറ്റുകളും ഒരുപാട് വീടുകളും കേരളത്തിൽ ഉണ്ടാകുന്നു. എന്താണ് നമ്മുടെ കേരളത്തിന് പറ്റിയത്? എന്തുകൊണ്ട് കേരളത്തിലേക്ക് വ്യവസായം വരുന്നില്ല, വികസനം വരുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പോകുന്നു? ഇതെല്ലാം അമ്മമാരുടെ മനസ്സിൽ ആശങ്കയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന എന്റർപ്രണേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ്, നിങ്ങളൊരു സ്ത്രീയാണ്. അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ, നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്ത്രീയെ അല്ല ഞാൻ നിങ്ങളിൽ കാണുന്നത്, മറിച്ച് നിങ്ങൾ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാക്കളായിട്ട് ഇവിടുത്തെ പെൺകുട്ടികൾ മാറണം, യുവതികൾ മാറണം എന്ന് പറഞ്ഞ ആ മോദിജി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഏർപ്പെട്ടിട്ടുള്ള അപജയത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടും ജനങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുന്ന വനിതാ സംവരണ ബിൽ പാസ്സാക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണം തന്നെ ലക്ഷ്യമിടുന്നു. അത് കേരളത്തിൽ ഇപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി മഹിളകളെയും അമ്മമാരെയും എല്ലാം അഭിസംബോധന ചെയ്യുകയാണ്. തീർച്ചയായിട്ടും BJP നൽകുന്ന ഒരു ആദരമായി കൂടെ ഇതിനെ കണക്കാക്കിക്കൂടെ? അല്ല, തീർച്ചയായിട്ടും കണക്കാക്കാൻ പറ്റും. ഒരു പക്ഷേ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകുന്ന ഒരു സമ്മാനമാണിത്. കാരണം ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൽ പോലും ഭരണമില്ലാത്ത, ഒരു MLA ഇല്ലാത്ത, MP ഇല്ലാത്ത, മന്ത്രി ഇല്ലാത്ത, ഇതിൻ്റെ ഒന്നും തണലിൽ പ്രവർത്തിക്കാതെ നമ്മൾ എങ്ങനെയാണ് ഈ സംഘടനയെ ഘട്ടം ഘട്ടമായി കരുപിടിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഒട്ടും പിന്നോട്ട് പോകാതെ മുന്നോട്ട് കൈപിടിച്ച് ഈ സംഘടനയെ നടത്തിയത്? നമ്മൾ എത്ര ബലിദാനികൾ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ എത്രയോ ബലിദാനികൾ അവരുടെ മക്കളെ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട്, എത്രയോ അമ്മമാർ വേദനിക്കുന്ന, സ്ത്രീകൾ വേദനിക്കുന്ന ഈ കലാപകലുഷിതമായിട്ട് നിലനിർത്താൻ കേരളത്തെ ആഗ്രഹിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇവിടുത്തെ പ്രവർത്തന സജ്ജരായിട്ടുള്ള നമ്മുടെ സംഘടനയ്ക്ക് കൂടി അദ്ദേഹം നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടായിരിക്കണം കേരളം എന്ന് പറയുന്നത് ബാലികേറാ മലയല്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനെയും ഓരോ പ്രവർത്തകമാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമ്മാനത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത്. ഒരല്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഒരു പ്രചരണത്തിൻ്റെ ഒരു തുടക്കമായിട്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ കാണാൻ പറ്റുമോ? ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സത്യം പറയണം, ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കണം. 50,000 കോടി എന്ന് പറഞ്ഞാൽ അത് 5,000 കോടിയായി മാറാൻ പാടില്ല. ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല, പേപ്പർ ഉണ്ടാകണം. ഇത് അവിടെ ചെന്ന് കപ്പലണ്ടി മിഠായി വാങ്ങാൻ പോകുന്നത് പോലെ പണം വാങ്ങിയിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിയല്ല. കൃത്യമായ കണക്കുള്ള സർവേ റിപ്പോർട്ടുകളുള്ള ഓരോ വകുപ്പ് മന്ത്രിമാരും എന്തെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും അതിനെല്ലാം തന്നെ കണക്കുകളും മനസ്സിൽ മാത്രമല്ല പേപ്പറിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്ന
ഈ നവയുഗത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ പ്രധാനമന്ത്രിയുമായിട്ട് എങ്ങനെ അദ്ദേഹത്തിൻ്റെ നോട്ടത്തെ, അദ്ദേഹത്തിൻ്റെ വരവിനെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കേരളത്തിൽ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്ക് എൻ്റെ ഗവൺമെൻറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, എൻ്റെ ജനത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് മാർക്സിസ്റ്റുകാരൻ മാത്രമായിട്ടുള്ള മുഖ്യമന്ത്രി തീരുമാനമെടുത്താൽ ഈ കേരളത്തിലേക്ക് വരുന്ന നരേന്ദ്രമോദിജിയുടെ ഓരോ മൂവ്മെൻറ്റുകളും അത് എന്തായി മാറും? ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ളതായി മാറും. തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൂറകൾക്കിടയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ തൃശ്ശൂർ എനിക്ക് വേണം എന്നല്ല പറഞ്ഞത്. തൃശ്ശൂർക്കാർ, ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങളാണ് കിട്ടണം എന്നാഗ്രഹിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? അദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ കയ്യിലുള്ള പണം അത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. അദ്ദേഹം ഇവിടെ മത്സരിച്ചതിന് ശേഷം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും അദ്ദേഹം ആഗ്രഹിച്ചു. ആ അദ്ദേഹത്തെ പൊതുരംഗത്ത് നിന്ന് എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കരുക്കൾ വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തേക്കങ്കാട് മൈതാനിയിലെ ശ്രീമാൻ അമിത്ഷാജി പങ്കെടുത്ത യോഗത്തിൽ ഗോവിന്ദൻ മാഷെ ഗോവിന്ദ എന്ന് ശ്രീമാൻ സുരേഷ് ഗോപി വിളിച്ച അന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകമെന്ന് പറയുന്നത്, സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പണ്ടൊക്കെ നല്ല കഴിവുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പാർട്ടി തീരുമാനിക്കുന്നതാണ് നടന്നിരുന്നത്. ഇന്നിപ്പോഴത്തെ സ്ഥിതി എന്താണ്? മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടി തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ആ ആളെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടിയെയും പിണറായി വിജയൻ നിയന്ത്രിക്കുന്നു, എംഎൽഎമാരെയും നിയന്ത്രിക്കുന്നു, മന്ത്രിമാരെയും നിയന്ത്രിക്കുന്നു, സ്വന്തം കസേരയും നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിനകത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി തൃശ്ശൂർ പേരൂരിന് ഒരു നല്ല മനുഷ്യനെ വേണം പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കാൻ എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജനം അദ്ദേഹത്തോടൊപ്പം അണിചേരുമ്പോൾ, പ്രസ്ഥാനത്തോടൊപ്പം അണിചേരുമ്പോൾ വലിയ ഒരു മാറ്റത്തിൻ്റെ കേളികൊട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകാൻ പോകുന്നത്. അത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിലൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ശുഭമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ പ്രഭാത വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെ പറ്റിയൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത് എല്ലാം ഭയക്കുന്നു എന്ന് തന്നെ വേണ്ടേ കരുതാൻ? അല്ല, വളരെ കൃത്യമായിട്ട് സഭാ നേതൃത്വം അതിന് മറുപടി പറയുകയുണ്ടായി. അത് അവസാനം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ശ്രീമാൻ സജി ചെറിയാൻ പറഞ്ഞു, ഞാൻ വീഞ്ഞും കേക്കും പരാമർശത്തെ ഞാൻ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും നല്ല ധാർഷ്ട്യക്കാരനായിട്ടുള്ള സജി ചെറിയാൻ, പക്ഷേ സജി ചെറിയാൻ്റെ ധാർഷ്ട്യം മാത്രമല്ല ഇതിൻ്റെ പിറകിലുള്ളത് ഇവിടെ സജി ചെറിയാൻ എന്തു പറയണം എന്ന് തീരുമാനിക്കുന്ന ഒരാൾ, അത് പിണറായി വിജയനാണ്. അപ്പം പിണറായി വിജയനോട് ചോദിക്കാതെ ഒരാൾ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റും കേരളത്തിൻ്റെ മണ്ണിൽ ഇറക്കുകയില്ല. ഇറക്കിയാൽ മന്ത്രിയായിട്ട് നിൽക്കാൻ സാധിക്കില്ല. പിന്നെ സജി ചെറിയാനുള്ള മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്താലും ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും ആ പഴയ ഗുണ്ടായിസം ഉണ്ടല്ലോ, തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളിൽ ഒരാളായിരുന്നു ശ്രീമാൻ സജി ചെറിയാൻ. അപ്പോൾ മന്ത്രി ആയതിനു ശേഷവും സജി ചെറിയാൻ്റെ മനസ്സിൽ നിന്ന് ആ ഗുണ്ടായിസം വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിസ്ഫുരണമാണ് കാണുന്നത്. എന്തിനേറെ പറയുന്നത്, ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള ഭരണഘടനയെ പോലും വെല്ലുവിളിച്ച ആളാണ് സജി ചെറിയാൻ. ആ സജി ചെറിയാനെ പിന്നീട് കേരളത്തിൽ മറ്റൊരു വകുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാനമര്യാദയ്ക്ക് ഇത് കൊണ്ടു നടക്കുമെന്ന് കരുതിയിട്ടാണോ പിണറായി വിജയൻ ഏൽപ്പിച്ചിട്ടുള്ള? അല്ല. തെക്കൻ കേരളത്തിൽ പിണറായി വിജയന് ചില കാവൽക്കാരൊക്കെ ഉണ്ട്. ആ കാവൽക്കാരെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നിധി സൂക്ഷിപ്പുകാരാണ്. ആ നിധി സൂക്ഷിപ്പുകാർ ഒരാളാണ് സജി ചെറിയാൻ. അതുകൊണ്ട് സജി ചെറിയാന് ഒരു കൂടുതൽ ക്രെഡിറ്റ് ഒക്കെ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട്. സഭാ നേതൃത്വത്തിന് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അടച്ചിട്ട മുറിയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇന്നല്ലല്ലോ കാണാൻ തുടങ്ങിയത്. അടച്ചിട്ട മുറിയിൽ ഇവിടുത്തെ വളരെ ഉന്നതമായി ചുമതലയിരിക്കുന്ന പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഡൽഹിയിൽ തന്നെ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ തന്നെ ചെന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മുറിയിൽ ഇതിനു മുൻപും ഇരുന്നിട്ടുണ്ടല്ലോ. അവരെന്താണ് അവിടെ ചർച്ച നടത്തിയിട്ടുള്ളത് എന്നത് എങ്ങനെയാണ് സജി ചെറിയാൻ അറിയുക? അപ്പോൾ സജി ചെറിയാൻ ബിഷപ്പന്മാർ ഇന്ന കാര്യങ്ങൾ മാത്രം പറയണം എന്ന് ശഠിക്കുന്നതിൻ്റെ തന്നെ അർത്ഥം എന്താണ്? അപ്പോൾ അതൊന്നുമല്ല, ഇതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യണം. ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചില പ്രത്യേക കോണുകളിലേക്ക് ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണിത്. പക്ഷേ ഈ സജി ചെറിയാനെ മാറ്റിയിരുത്താൻ പിണറായി വിജയന് സാധിക്കില്ല. സജി ചെറിയാനെ മാറ്റിയിരുത്തിയാൽ പിണറായി വിജയൻ്റെ ഒരു ബിസിനസ് ലോബി ഉണ്ടല്ലോ വിദേശത്ത്, അവിടെ വിള്ളൽ വീഴും എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കറിയും.
ഇന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രി 2 ദിവസമായി തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഇവിടുത്തെ. ഇന്ന് പുതിയതായി എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് പദ്ധതികൾ കേരളത്തിലേക്ക് കൊടുത്തു. ഉദാഹരണത്തിന് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുത്ത പദ്ധതികൾ പോലും കടലാസിലിരിക്കുകയാണ്. വലിയ വലിയ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു, കല്ലിടുന്നു, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു, ഞങ്ങൾ ഇതിനാവശ്യമായ സംവിധാനം ചെയ്യുമെന്ന് പറയുന്നു, എയിംസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എയിംസിൻ്റെ സ്ഥലം കണ്ടെത്തുന്നത് 4 സ്ഥലത്താണ്. ഒരു എയിംസ് അല്ലേ ഉള്ളൂ. ആ ഒരു എയിംസ് എവിടെ വേണം? ഇവിടുത്തെ ഈ രോഗം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി പിടിച്ച് ആ സ്ഥലവും ചർച്ച ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചർ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം മുതൽ തുടങ്ങിയിട്ടുള്ള ചർച്ചയാണ്. ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള MP-മാരും വിവിധങ്ങളായിട്ടുള്ള മന്ത്രിമാരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. കോഴിക്കോട് വേണമെന്ന് ഒരാൾ പറയുന്നു, പാലക്കാട് വേണമെന്ന് മറ്റൊരാൾ പറയുന്നു, അല്ല ഞങ്ങൾക്ക് വേണ്ടത് തെക്കൻ കേരളത്തിലാണ് എന്നൊരാൾ പറയുന്നു. ഇങ്ങനെയാണോ ഒരു വകുപ്പ്? ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം പോലും നിർവഹിക്കാൻ സാധിക്കാത്തവരുടെ നാടായിട്ട് കേരളം മാറുകയല്ലേ? അപ്പോൾ കേരളത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ എന്തായി? കേരളത്തിലേക്ക് കൊടുത്ത കോടികൾ എന്തായി? ഇവിടെ 55,000 കോടിയുടെ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ ഇന്ന് എന്താണ് വഴിമുട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയാൽ തമിഴ്നാടിൽ നിന്ന് തുടങ്ങി മംഗലാപുരം വരെയുള്ള ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ പദ്ധതി എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമം, ആ മാധ്യമത്തിൽ പേപ്പറിൽ വന്ന റിപ്പോർട്ട് എന്തായിരുന്നു? അതായത് ദേശീയ റോഡ് വികസന അതോറിറ്റിയുടെ പദ്ധതികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഇവിടുത്തെ സെക്രട്ടറിമാർ ഡൽഹിയിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട 55,000 കോടി രൂപയുടെ റോഡിൻ്റെ വികസന പ്രൊജക്റ്റുകൾ നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? കോറിഡോർ പ്രഖ്യാപിച്ചു, നാളെത്രയായി? ആ കോറിഡോർ എന്തുകൊണ്ടാണ് വരാത്തത്? ഈ റോഡിൻ്റെ വലിയ വലിയ കോറിഡോർ സംവിധാനങ്ങൾ വരികയാണെങ്കിൽ, വികസനം വരികയാണെങ്കിൽ എത്രമാത്രം പുരോഗതിയിലേക്ക് കേരളം എത്തും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് അമ്മമാരുടെ മുന്നിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് ഇപ്പോൾ 22,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ പ്രഖ്യാപിച്ച പദ്ധതികൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശത്താണ്, ലക്ഷദ്വീപിലാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്? അവിടെ വേറൊരു വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ്റെ പ്രതിച്ഛായ തന്നെയാണ് സ്റ്റാലിനെങ്കിലും സ്റ്റാലിനിൽ കാണുന്ന ഒരു കാര്യമെന്നുള്ളത് അത് DMK ആകട്ടെ, ADMK ആകട്ടെ, ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ, അവരുടെ സംസ്ഥാനത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര കോടി വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ ഐക്യമുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിൽ അതല്ല. കേരളത്തിലേക്ക് കിട്ടിയ പദ്ധതി എങ്ങനെയാണ് നശിപ്പിച്ചു കളയേണ്ടത് എന്ന് തീരുമാനമെടുക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസിന് താല്പര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം. അതുകൊണ്ടാണല്ലോ പ്രതാപൻ പിണറായി വിജയൻ്റെ മെഗാഫോണായിട്ട് പാർലമെന്റിനകത്ത് പ്രവർത്തിച്ചത്. നേരെ മറിച്ച് ഒരു MP ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള റിസർച്ചല്ലേ നടക്കേണ്ടത്? ആ റിസർച്ചിന് പകരം ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, ഇവിടെ ഇത്ര വീടുകൾ കിട്ടിയാൽ മതിയോ? ആ വീടുകൾ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് മാറ്റി ലൈഫ് എന്ന് പേരിട്ടു. ലൈഫ് എന്ന പേരിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇത് മോദിയുടെ വീടാണ് എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമല്ലേ കഴിഞ്ഞ നാളുകളിലെല്ലാം നടത്തിയത്? അത് പാതി വഴിയിലെത്തി നിൽക്കുകയാണ്. ഇവിടെ അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കൊണ്ടുവന്നിട്ടുള്ള ദീനദയാൽ ഉപാധ്യായജിയുടെ പേരിലുള്ള പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയുടെ സ്ഥിതി എന്തായി? എത്ര ആളുകളിലേക്ക് അത് എത്തി? ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളുടെ പടിക്കലേക്ക് കൊണ്ടുവരുന്ന കുടിവെള്ള പദ്ധതി ഏതാണ്ട് ഒരു 50, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50 ലക്ഷത്തോളം ആ ജൽജീവൻ മിഷൻ പദ്ധതി എത്തി നിൽക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സ്പീഡായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? അത് വേണ്ട എന്നാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അണിയറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും BD സതീശനും ഒന്നാണ്. കാരണം ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് എങ്ങനെ BJPയെ പരാജയപ്പെടുത്തണമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ നടക്കുന്നതും അതുപോലെ തന്നെ പാർലമെന്റിനകത്ത് നടക്കുന്നതും ഇവർ തമ്മിലുള്ള ഐക്യമാണ്. ഇവർ തീരുമാനിക്കുന്നതാണ് ഇവർ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആ കാലമൊക്കെ മാറി. അറിവുള്ള പഠിപ്പും പ്രാപ്തിയുമുള്ള ആളുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ചോദിച്ച കണക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കൊടുക്കണം. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി, 2 വകുപ്പുകളാണ്. ഈ മന്ത്രി റിയാസ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള തലക്കനത്തോടുകൂടി ഇരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന പദ്ധതികൾ ലാപ്സാക്കാതെ അത് നേടിയെടുക്കാൻ
കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തണം. ഇവിടുത്തെ വിവിധ വകുപ്പുകൾ എന്തിനാണ് പറയുന്നു, പശുക്കൾക്ക് വേണ്ടിയിട്ട്, മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രഗത്ഭനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ പർഷോത്തം രൂപാല വന്ന് ഇവിടെ ആംബുലൻസുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചല്ലോ. ഒരൊറ്റ ആംബുലൻസ് റോഡിൽ കാണുന്നില്ലല്ലോ. എവിടെയാ ഇതെല്ലാം കൊണ്ടുപോയത്? അപ്പൊ കൊടുക്കുന്ന പദ്ധതികൾ പോലും, ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ പോലും നടപ്പിലാക്കുന്നില്ല. ഏറ്റവും നല്ല അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്ത് അപേക്ഷയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്, ആന്ധ്ര കൊടുത്തിട്ടുണ്ട്, കർണാടക കൊടുത്തിട്ടുണ്ട്. എന്താ കേരളത്തിന്റെ ചിഞ്ചുറാണിക്ക് കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇത് വേണമെന്ന് ആവശ്യപ്പെടാത്തത്? അപ്പൊ ഏതൊരു വകുപ്പിലാണ് കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നത്? വീണ ജോർജ് പറയുകയാണ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വീണ ജോർജ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ വീണ ജോർജിന് സൗകര്യം ഉണ്ടാകണം. കാരണം എന്താണ്? ഇത് കൊടുക്കുന്നത് കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന്റെ പദ്ധതി, പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന് മൊബൈൽ യൂണിറ്റുകളിലൂടെ വീടിനകത്തിരിക്കുന്നവന്റെ പ്രഷർ നോക്കണമെന്നും അവരുടെ ലബോറട്ടറിയിൽ പോകേണ്ടതിന് പകരം അവരുടെ വീടുകളിലേക്ക് ചെന്ന് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നും അതിനാവശ്യമായിട്ടുള്ള മൊബൈൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കിട്ടുമ്പോൾ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കണം. കണക്ക് വേണം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയട്ടെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്രയും മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ, കഴിഞ്ഞ ശൈലജ ടീച്ചറുടെ കാലഘട്ടത്തിൽ എത്ര കോടി രൂപയാണ് കേരളത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് എന്നതിന്റെ കണക്ക് ഇവർ പറയട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ. ഇവർ കണക്കുകൾ പൂഴ്ത്തിവെക്കുകയാണ്. കാരണം ഇത്രയും കാലം കിട്ടിയിട്ടുള്ള എത്ര കോടി ഇവർ ലാപ്സാക്കിയിട്ടുണ്ട്. ഒരു ധവളപത്രം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അവതരിപ്പിക്കാൻ സാധിക്കുമോ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ? നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന വകുപ്പുകളിലൂടെ ഇത്ര കോടികൾ രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. നടക്കുമോ? അങ്ങനെ നടന്നാൽ ഇവരുടെ ഈ കള്ളക്കളികളെല്ലാം പുറത്തു വരും.